നമസ്കാരം. അങ്ങനെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിലെ ധാരണകൾ ഒന്നൊന്നായി ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിൽ വീണ്ടും പിടിമുറുക്കുകയാണ് ഇസ്രായേൽ. ഒരു വശത്ത് ഹമാസിൻ്റെ സായുധ സംഘങ്ങൾ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് തിരിച്ചു വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഗസയിലെ ഇസ്രായേൽ ചരന്മാരെ ഒന്നൊന്നായി വധിക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിനിടയിൽ ഇസ്രായേൽ സൈന്യം തന്നെ ഗസ പിടിച്ചെടുക്കുന്ന വിധത്തിലേക്ക് വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ജബാലിയ, റഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങളുടെ താണ്ഡവം തന്നെയാണ് നടന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒറ്റ ആക്രമണത്തിൽ തന്നെ 50ഓളം പലസ്തീനികൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ ഗസയിലുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹമാസാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് ഇസ്രായേൽ സൈന്യം പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് ഹമാസും പറയുകയാണ്. പക്ഷേ ഇത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ്, അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് ഞങ്ങൾ ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയാണ് എന്ന മട്ടിൽ ഇസ്രായേലിൻ്റെ നിരവധി പോർ വിമാനങ്ങൾ ഇന്നലെ ഗസയിലെമ്പാടും കൂട്ട ബോംബിംഗ് നടത്തി. അതായത് ഗസയെ വെണ്ണീറാക്കി കളയുന്ന വിധത്തിൽ, ഗസയെ ചുട്ടെടുക്കുന്ന വിധത്തിൽ, ഗസയിലെമ്പാടും അഗ്നിഗോളങ്ങൾ ഉയരുന്ന വിധത്തിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ ഇന്നലെ നടത്തിയത്. എന്ന് മാത്രമല്ല, ഗസയിലേക്കുള്ള മുഴുവൻ വൈദ്യസഹായവും ഭക്ഷണ വിതരണവും തടുക്കുന്ന വിധത്തിൽ, അവസാനിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫയിലെ അതിർത്തി അടയ്ക്കാൻ ഉത്തരവിടുകയും അത് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 9ാം ദിവസം വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾ ഗസയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് ആകട്ടെ ആക്രമണത്തിന് പിന്നിൽ ഞങ്ങളല്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നിരായുധീകരണത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ഹമാസ് പറയുന്നത് നിരായുധീകരണത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത്, ഹമാസ് പരിപൂർണമായി നിരായുധീകരിക്കപ്പെടാതെ ഞങ്ങൾ ഒരു കാരണവശാലും വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകില്ല, 2ാം ഘട്ട വെടിനിർത്തലിലേക്ക് പോകില്ല എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഭയപ്പെടാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങളൊന്നുമില്ല. കാരണം ബന്ദികൾ മുഴുവനായി തിരിച്ചെത്തിയിരിക്കുന്നു. ജീവനുള്ള ബന്ദികൾ നാട്ടിലെത്തിയതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അത് വലിയൊരു ആശ്വാസമായിരിക്കുന്നു, വലിയ സമാധാനമായിരിക്കുന്നു. ഇനി എന്ത് നോക്കാൻ, ഇനി ആരെ പേടിക്കാൻ, ഇനി എന്ത് സമ്മർദ്ദം, ഒരു കുഴപ്പവുമില്ല, അടിച്ചു തീർക്കുക ഗസയെ എന്ന നിലയിലേക്ക് പതിയെ പതിയെ ഇസ്രായേൽ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണിക്കൂറിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വാട്സണും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ പ്രതിനിധിയും സ്റ്റീവ് ഇറ്റ്കോഫും ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത് ഹമാസിനെ പരിപൂർണമായി നിരായുധീകരിക്കുക എന്നുള്ളതാണ്. 1. 2, ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറിയാലും അവിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും ഒക്കെ സംയുക്തമായ മേൽനോട്ടത്തിൽ ഒരു ഭരണം നിലവിൽ വരിക. അതായത് ഹമാസ് പറയുന്ന 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും അത് ഒരിക്കലും നടക്കില്ല എന്ന മട്ടിൽ തള്ളിക്കളയുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും. അതായത് ഇസ്രായേൽ പറയുന്നത് ഒരു തരത്തിലും ഇനി ഹമാസ് ഗസയിൽ ഉണ്ടാകരുത് എന്ന് മാത്രമല്ല, ഗസയിൽ അല്ലെങ്കിൽ ഹമാസിന് ഒരു സ്വതന്ത്ര ഭരണം അവിടെ കിട്ടരുത്, പലസ്തീൻ്റെ ഭരണം ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയാണ് നടത്തേണ്ടത്, അല്ലാത്ത പക്ഷം ഗസയിൽ നിന്ന് വീണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകും, അത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഗസയിൽ ഇസ്രായേലിൻ്റെ കൂടി നിയന്ത്രണത്തിലുള്ള, അല്ലെങ്കിൽ ഇസ്രായേലിനോട് കൂടി ഒപ്പം നിൽക്കുന്ന കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നടക്കണം. ആ ഭരണം എന്ന് പറയുന്നത് ഒരിക്കലും പലസ്തീനികൾ തന്നെ പലസ്തീൻ ഭരിക്കുന്നു എന്ന നിലയിലുള്ളതാവില്ല. അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇടപെടലിനെ തുടർന്ന് നടക്കുന്ന ഭരണമായിരിക്കും. അത് ഹമാസിന് വലിയ തിരിച്ചടിയാണ്. അല്ലെങ്കിൽ പലസ്തീനികൾ പലസ്തീൻ ഭരിക്കണമെന്ന ഹമാസിൻ്റെ കൺസെപ്റ്റിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹമാസും ഒരു തരത്തിലും കീഴടങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇറാൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ ചേരിയിലുള്ള ഈ പറയുന്ന ഹൂത്തികളായാലും ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഒക്കെ ഒരിക്കലും പൂർണ്ണമായി അവസാനിക്കുക എന്ന കൺസെപ്റ്റോടുകൂടി ഉദയം ചെയ്ത രൂപങ്ങളല്ല. ഇപ്പോൾ ഹൂത്തികളാണെങ്കിലും അമേരിക്കയും ഇസ്രായേലും ഒക്കെ പലതവണ അവർക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയെങ്കിലും പിന്നെയും ഹൂത്തി സംഘങ്ങൾ വിപുലീകരിക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും സജീവമായി രംഗത്ത് വരുന്നുണ്ട്. ഹിസ്ബുള്ളയാണെങ്കിലും ആ നിലയിൽ തന്നെ
ഇടയ്ക്ക് സൈലൻ്റായി നിന്നാലും പിന്നീട് വീണ്ടും കരുത്തരായി വരുന്ന സാഹചര്യമുണ്ട്. ഹമാസിൻ്റെ കാര്യത്തിലായാലും ഇത്രയും കാലം ഹമാസ് പ്രതിരോധത്തിലായിരുന്നു, അവർ അല്പം അടങ്ങി നിന്നു. പക്ഷേ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഇസ്രായേൽ സൈന്യം പതുക്കെ ഗസയിലെ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മാറി ഗസയുടെ അതിർത്തിയിലേക്ക് നീങ്ങിയപ്പോൾ തന്നെ ഹമാസ് ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 10,000-ഓളം സായുധരായ ഹമാസിൻ്റെ പ്രവർത്തകർ ഗസയിലുടനീളം വന്നു. അവർ ഗസയെ 5 റീജിയനുകളാക്കി തിരിച്ച് ഭരണം എന്ന് പറഞ്ഞാൽ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടയിൽ ഇസ്രായേലിന് ചാരപ്പണി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന പലസ്തീനികൾ ഉൾപ്പെടുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളെ തെരഞ്ഞുപിടിച്ച് വധിക്കാൻ ഹമാസ് തയ്യാറായി. അതായത് വെടിനിർത്തൽ കരാർ വന്നതോടുകൂടി ഹമാസ് വീണ്ടും ഗസയിൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും പലസ്തീനികളെ തന്നെ കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനവർ കാരണം പറഞ്ഞത് അവർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നു, പലസ്തീനെ ഒറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകുന്നു, വെടിവെപ്പുകൾ ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു. അതൊക്കെ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, ഈ പറയുന്നത് പോലെ ആഭ്യന്തര സംഘർഷം, ഗസയ്ക്കുള്ളിൽ വെടിവെപ്പുകൾ നടത്തുന്നു, അതുപോലെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ സമ്പൂർണ്ണ നിരായുധീകരണം എന്ന ഇനി ചർച്ച ചെയ്യേണ്ട വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അവർ സായുധരായി സജീവമായി ഗസയിലുടനീളം നടക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ ഭാവിക്ക് സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തുന്നത്. അതേസമയം ഹമാസ് പറയുന്നത് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയായിരുന്നു, അതിന് ഹമാസിൻ്റെ മേൽ കുറ്റം ചുമത്തുകയായിരുന്നു എന്നാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പങ്ങൾ, തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഗസയിലേക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾക്ക് പോലും വിവരങ്ങൾ കിട്ടാൻ ഒരുപാട് സമയം കഴിയുന്നുണ്ട്. കാരണം ഗസയിൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ലൈവല്ല, നിരവധി 200-ലധികം മാധ്യമ പ്രവർത്തകരെ കൊന്നു തള്ളിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാർത്തകൾ പുറത്തേക്ക് വരിക എന്ന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ പലസ്തീൻ്റെ ഏജൻസികൾ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യണം, പലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് വിവരങ്ങൾ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഔദ്യോഗികമായി എന്തെങ്കിലും എക്സിലോ മറ്റോ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചുരുക്കം ചില മാധ്യമ പ്രവർത്തകർ വളരെ വൈകി പുറത്തേക്ക് നൽകുന്ന വിവരങ്ങൾ വേണം. അങ്ങനെയുള്ള വിവരങ്ങൾ വരുമ്പോൾ അത് അവിടെ നടക്കുന്ന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 1-2% മാത്രം ഇവരെ പുറത്തേക്ക് വരുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ മുഴുവനായി തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ആകാശത്ത് നിലയുറപ്പിച്ചുകൊണ്ട് നിരന്തരമായി ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ദൃക്സാക്ഷികളുടെ വിവരങ്ങൾ റോയിറ്റേഴ്സിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഞങ്ങൾ വൈകിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ ആകാശത്ത് വിമാനങ്ങൾ എത്തുകയും തുരുതുര ബോംബാക്രമണം നടക്കുകയുമായിരുന്നു എന്നാണ്. നിരവധി പേർ കൺമുന്നിൽ വെച്ച് പിടഞ്ഞു വീഴുന്ന കാഴ്ചകൾ കണ്ടു. പൊടുന്നനെ വിമാനങ്ങൾ തിരിച്ചുപോയി വീണ്ടും വരുന്ന സാഹചര്യം. അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗസയെ വെണ്ണീറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇസ്രായേൽ എപ്പോഴും പറയുന്നത് ഗസ പിടിച്ചെടുക്കണം, ഹമാസിനെ തീർക്കണം, ഗസ ഞങ്ങളുടെ അധീനതയിൽ വരണമെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് ഒരു മിന്നൽ വെടിനിർത്തലുമായി രംഗത്ത് വന്നതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ അവിടെ നടക്കാതെ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വലിയ ആക്രമണങ്ങൾ നടത്തി ഗസ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇസ്രായേൽ വീണ്ടും ശ്രമിക്കുന്നു. ഹമാസിനെ അതിന് കാരണക്കാരായി കാണിക്കുന്നു. അതായത് ഹമാസ് ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്, ഹമാസ് കീഴടങ്ങാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ, ഹമാസ് കീഴടങ്ങില്ല എന്ന് അവരും പറയുമ്പോൾ, തീർച്ചയായിട്ടും വീണ്ടും ഗസയെ വെണ്ണീറാക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് വ്യക്തമാണ്. ഗസയെ ചുട്ടെടുക്കുക, വെണ്ണീറാക്കുക, ഇനിയും നിരവധി ആക്രമണങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ചർച്ചകൾ നടത്തിയാലും അത് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഹമാസ് പൂർണ്ണമായി ആയുധം വെച്ച് കീഴടങ്ങേണ്ട സാഹചര്യമുണ്ട്. ഹമാസ് അതിന് തയ്യാറാകാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് തന്നെ ഇനി ഗസയിൽ വീണ്ടും വലിയ ആക്രമണങ്ങൾ വരും എന്നു തന്നെയാണ് വ്യക്തമാകുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളും നമുക്ക് മുന്നിലുണ്ട്.